അമ്പലപ്പുഴ കാക്കാഴം റെയിൽവേ മേൽപ്പാലത്തിലേക്കുള്ള റോഡിൽ പൊലിഞ്ഞിട്ടുള്ളത് നിരവധി ജീവനുകളാണ്. 2023 മുതൽ ഇതുവരെ 16 അപകടങ്ങളിലായി 8 പേർ മരിച്ചു. 2023 നിയന്ത്രണം തെറ്റിയ കാർ ലോറിയിലിടിച്ച് കാർ യാത്രക്കാരായ 4 പേർ മരിച്ചിരുന്നു. ദേശീയപാതയിൽ നിന്നും ചെറിയ വീതിയുള്ള പാലത്തിലേക്ക് വാഹനങ്ങൾ കയറുമ്പോഴാണ് അപകടം പതിവായിരിക്കുന്നത്. ദേശീയപാതയുടെ വളവും മതിയായ സൈൻ ബോർഡോ സ്ട്രീറ്റ് ലൈറ്റോ ഇല്ലാത്തതും അപകടങ്ങൾ പെരുകാൻ കാരണമാകുന്നു. സ്ഥലത്ത് നിന്ന് മനീഷ് മഹിവാൽ ചേരുന്നുണ്ട്. മനീഷ്, വിശദീകരിക്കാവുന്നതാണ് അവിടുത്തെ പ്രശ്നം. റോഷി, ഞാൻ നിൽക്കുന്നത് അമ്പലപ്പുഴയിലാണ്, ദേശീയപാതയിലാണ് നിൽക്കുന്നത്. നമുക്ക് ദൂരെ ദൃശ്യങ്ങൾ കാണാം. അതായത് തിരക്കുള്ള വാഹനങ്ങൾ, അമിത വേഗത്തിൽ അല്ലെങ്കിൽ വേഗതയിലെത്തുന്ന വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങൾ ഈ ദേശീയപാതയിലൂടെ തന്നെ കയറി ചെല്ലുന്നത് പക്ഷേ കുപ്പിക്കഴുത്ത് പോലുള്ള ഒരു പാലത്തിലേക്കാണ്. അതായത് വീതി കൂടിയ ദേശീയപാതയിൽ നിന്നും ഈ വളവിൽ വെച്ച്, അതായത് ഒരു വലിയ വളവാണ്, ദീർഘദൂര യാത്രക്കാർക്ക് ഈ സ്ഥലം പരിചിതമല്ലാത്ത ആളുകൾക്ക് ഈ വളവ് കഴിഞ്ഞാൽ കുപ്പിക്കഴുത്ത് പോലെയുള്ള ഒരു പാലത്തിലേക്കാണ് ഈ റോഡ് ചെല്ലുന്നത് എന്ന് മനസ്സിലാവുകയില്ല. അതിനുള്ള സൈൻ ബോർഡോ മറ്റു കാര്യങ്ങളോ ഇവിടെ ഇല്ല. ഇപ്പോഴിതാ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി ദേശീയപാത വികസിക്കും. പക്ഷേ പാലത്തിന്റെ ഈ പാലം കൂടി വികസിക്കുന്നുണ്ട്. പാലത്തിന് ബദലായി അപ്പുറത്ത് മറ്റൊരു പാലം കൂടി വരുന്നുണ്ട്. അതിന്റെ നിർമ്മാണം എവിടെയും എത്തിയിട്ടില്ല. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 2023 മുതൽ ഇതുവരെ 16 അപകടങ്ങൾ നടന്നു. 2023 നടന്ന ഒരു അപകടമായിരുന്നു ഞെട്ടിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശികളായിട്ടുള്ള 4 പേർ കാറിൽ പോകുന്ന സമയത്താണ് ഇവിടെ വെച്ച് നിയന്ത്രണം തെറ്റി എതിർദിശയിൽ വന്ന ലോറിയിൽ ഇടിച്ച് അവർ തൽക്ഷണം മരിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇവിടെയുള്ള ആളുകൾക്കൊക്കെ തന്നെ അപകടങ്ങളെ പറ്റി നിത്യവും അറിയാവുന്ന ആളുകൾ. ചേട്ടാ, ഇതൊരു അപകട സ്പോട്ടാണല്ലേ? അപകടം ഉണ്ടാകാറുണ്ട് ഇവിടെ. സാധാരണയായിട്ട് നടത്താറുണ്ട്. പാലത്തിന്റെ ശോചനീയാവസ്ഥ ഇതെല്ലാം കൊണ്ടും പാലമാണ് പ്രശ്നം. ചെറിയ പാലത്തിന്റെ ദൃശ്യമാണ്. പിന്നെ ഇവിടെയാണ് മിക്കവാറും ആക്സിഡന്റുകൾ ഉണ്ടാകാറുള്ളത്, പാലത്തിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു വണ്ടി വന്ന് ബ്ലോക്കായിട്ട് ഡീസൽ എന്തോ കംപ്ലൈന്റ് ആയിരുന്നു, സെൻസർ കംപ്ലൈന്റ് എന്തോ ആയിരുന്നു. ഒരു 2 മണിക്കൂറോളം ഇവിടെ ബ്ലോക്കായി. അമ്പലപ്പുഴ സ്റ്റേഷനിൽ നിന്നൊക്കെ ആള് വന്നാണ് അത് കറക്റ്റ് ചെയ്തത്. ഓട്ടോ ഓടിക്കുന്നവരാണ്. അതെ, പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ വീതിയില്ല പാലത്തിന്റെ. പിന്നെ വരുന്ന വണ്ടിക്കാരെ പരിചയക്കുറവ് കാരണം ഇത്രയും ടേണിംഗ് ആണെന്നുള്ള കാര്യം വരുന്ന വണ്ടിക്കാർക്ക് അറിയത്തില്ല. അതായത് ഇത്രയും വലിയൊരു വളവ് കഴിഞ്ഞാൽ വരുന്നത് ചെറിയ വീതിയുള്ള പാലമാണെന്ന് പരിചിതമല്ലാത്തവർക്ക് മനസ്സിലാവുകയില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടത്തിന്റെ കാരണം. അതും അരമണിക്കൂറോളം നീളം ഈ പാലത്തിനുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും അതിന്റെ മറ്റൊരു പാലത്തിന്റെ നിർമ്മാണമുണ്ട്. ആ നിർമ്മാണം കഴിഞ്ഞ് അത് പൂർത്തിയാകുന്നത് വരെയും ഇവിടെ ഇങ്ങനെയുള്ള അപകടങ്ങൾ തുടരുകയാണ്. ഒപ്പം തന്നെ രാത്രികാലങ്ങളിൽ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, മതിയായ സൈൻ ബോർഡും ഇല്ലാത്തതും അപകടങ്ങൾ കൂടാനുള്ള ഒരു കാരണം തന്നെയാണ്. റോഷ്നി, മനീഷ് മഹിബാലാണ് അവിടെ നിന്നും ചേർന്നത്.